എല്ലാവരും നമ്മളെ നോക്കത്തില്ല. എല്ലാവരും നോക്കാൻ തുണിയില്ലാതെ നടന്നാൽ മതി. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് എന്താ ബിഗ് ബോസിൽ പോയ പ്രശ്നം? താനൊരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുമ്പടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ധോണി കളിച്ചത് ശരിയല്ല. ധോണിയെ പോലെ ബാറ്റ്സ്മാൻ്റെ അടുത്ത് ഇവിടെ കളിയുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറയുമ്പോൾ ഈ അവന് വിനിക്ക് അറിയാവോ? അയ്യോ മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. സച്ചിൻ പരാജയപ്പെട്ട കുറ്റം പറയുന്നവരില്ലേ? ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി കഴിഞ്ഞാൽ നമ്മളെല്ലാം വിമർശിക്കത്തില്ലേ? നീ വന്ന് വിളിച്ചു പോവുക കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്നും കരുതി നാളെ വലിഞ്ഞു കയറി മുഖ്യമന്ത്രി സ്ഥാനത്ത് എല്ലാം പറ്റൂ. അതിന് അതിൻ്റെതായ കഴിവ് വേണം. സാമാന്യ മര്യാദ സോറി ചേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ജനങ്ങൾ ഒപ്പം നിൽക്കണം. അതാണ് ബിഗ് ബോസിൽ ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും മറ്റേത് പറഞ്ഞെങ്കിലും ഞാൻ ജയിച്ചു വന്നെങ്കിൽ ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയതുകൊണ്ടും ഞാൻ പെർഫോം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിനവിടെ തീർന്നു. രണ്ടാമത്, കഴിഞ്ഞ വർഷം ഞാൻ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ആ ഷോയുടെ നമ്മുടെ ഓഡിഷന് പോയ ചില പെൺകുട്ടികളെടുത്ത് ചിലർ മോശമായി പെരുമാറിയിട്ടുണ്ട്. എനിക്ക് 2-3 പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3-ലധികം പെൺകുട്ടികൾ പബ്ലിക്കായിട്ട് അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റി. അപ്പൊ നമ്മൾ എന്താ പറയുക? ഷോ നിർത്താനാണോ പറയുന്നത്? അല്ലെങ്കിൽ ചാനൽ അടച്ചു വിട്ടാണെന്ന് പറയുന്നത്? അല്ല. എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ 2 പേര് നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വിഷയം റൈസ് ചെയ്തു. നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ് ജിയോ ഹോട്ട്സ്റ്റാർ പുതിയതെടുത്തത്. എന്നിട്ട് അവർ എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ട്. ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ ചോദിക്കാൻ നമ്മൾ ഉണച്ചു വിട്ടാൽ. 2, ഞാനും അവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിഞ്ഞു കയറി ചെല്ലാൻ വേണ്ടിയിട്ട് എന്റെ അച്ചു വീടാണ് ബിഗ് ബോസ് ഹൗസ്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ എന്ത് ചെയ്യടാ? ആൾക്കാരെ ചോദിച്ചേക്കാം വലിഞ്ഞു കയറി ബിഗ് ബോസിലൂടെ വന്നു. ഇവർക്ക് എന്താ ചിന്തിക്കുന്നത്? അന്ന് പറഞ്ഞ വിമർശനത്തിന് ഒരു മാറ്റമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ്. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. പ്രമോ മുതൽ ശ്രദ്ധിക്കൂ. അണിയറ പ്രവർത്തകർ എത്ര മനോഹരമായിട്ടാണ് അണിയറ പ്രവർത്തകർ ചെയ്യുന്നത്. ഗംഭീരമാണ്. മത്സരാർത്ഥികൾ ചെയ്യുന്നത് ഗംഭീരമാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഈ ഏഷ്യാനെറ്റിനോ അതിന്റെ ഡയറക്ഷൻ ടീമിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.